കന്യാൾമാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയാണ് എനിക്ക് പിന്നിലായി കാണാൻ കഴിയുന്നത്. ഈ വസതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയിരിക്കുന്നത്. അവർ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച വസതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് അരമണിക്കൂറോളമാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രിക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസായ സേവാതീർത്ഥത്തിലായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നാലെ മുഖ്യമന്ത്രിയെ വസതിയിലേക്ക് വിളിച്ച് വസതിയിൽ വെച്ച് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് തന്നെയാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ എയിംസ്, ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങളുണ്ട്, നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. കേരളത്തിന്റെ വികസനത്തിനൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ പദ്ധതികളും ആ പദ്ധതികളുടെ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തെ അഭിനന്ദിച്ച ഒരു കാര്യം കൂടിയുണ്ട്. അതിന് പിന്നാലെയുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണെങ്കിലും സംസ്ഥാനത്തിന്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിന് ഇതിനോടകം തന്നെ എയിംസ് ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്രത്തിന്റെ നിലപാടൊക്കെ അതിന് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ്. സൗഹൃദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണെങ്കിലും സംസ്ഥാനത്തിന്റെ വികസനവും ഒപ്പം തന്നെ കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. രാവിലെയാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 11:15 സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അരമണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടു നിൽക്കും. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് 2:30 ധനമന്ത്രി നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി കാണുക. അത് നിർണായകമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ്. കാരണം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ ധനവകുപ്പ് കൂടി മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനിയുള്ള GST കൗൺസിൽ യോഗങ്ങളിലെല്ലാം ധനവകുപ്പിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി തന്നെയായിരിക്കും പങ്കെടുക്കുക. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ കേന്ദ്രം അത് ഏത് രീതിയിൽ സഹായം നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രി